الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ ഖുതുബയിൽ വസ്ത്രം ധരിക്കുമ്പോൾ ഇസ്ലാമികപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഔറത്ത് മറക്കാനും മാറി മാറി വരുന്ന കാലാവസ്ഥകളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് സംരക്ഷണമേകാനും അള്ളാഹു നൽകിയ വളരെ വലിയ അനുഗ്രഹമാണ് വസ്ത്രം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. ആദമിന്റെ സന്തതികളെ, നിങ്ങളുടെ നഗ്നത മറക്കാനും അതേപോലെ തന്നെ അലങ്കാരത്തിനും വേണ്ടി വസ്ത്രമെന്ന വളരെ വലിയ അനുഗ്രഹത്തെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് ആലോചിച്ചു നോക്കൂ. വസ്ത്രമില്ലെങ്കിൽ ഒരാൾക്ക് പുറത്തേക്ക് വരെ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വരെ സാധിക്കുകയില്ല. അതാണ് പറഞ്ഞത്, വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വസ്ത്രം, നമ്മുടെ ഡ്രസ് കോഡ്, അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടയാളം കൂടിയാണ്. നല്ല വസ്ത്രം ധരിച്ച് ഭംഗിയോടുകൂടി നടക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്.
ചില ടെക്സ്റ്റൈൽസുകളിൽ അതേപോലെ തന്നെ കമ്പനികളിലൊക്കെ ഡ്രസ് കോഡുകൾ ഉണ്ടാകും. ഒരേ കളറിൽ ഒരേപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കും അവിടെയുള്ള സ്റ്റാഫുകൾ നമ്മെ സ്വീകരിക്കുക. എന്തിനാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ആകർഷിക്കപ്പെടാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് വസ്ത്രങ്ങളുടെ ഏകീകൃത രൂപം ലഭിക്കാൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ വസ്ത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ പാലിക്കേണ്ട ഇസ്ലാമികപരമായ ഒരുപാട് മര്യാദകൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഞെരിയാണി വരെ ആകാനേ പാടുള്ളൂ. ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം അതൊരു അഹങ്കാരത്തിന്റെ രൂപമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പുരുഷന്റെ വേഷം, ഒരു പുരുഷന്റെ വസ്ത്രം അത് ഞെരിയാണി വരെ ആകാം, ഞെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. ധാരാളക്കണക്കിന് ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം, പുരുഷന്റെ വസ്ത്രം, അത് നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കും. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. നമ്മുടെ വസ്ത്രം അത് ഞെരിയാണിക്ക് താഴെ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. ഇസ്ലാമികപരമായ മര്യാദകൾ വസ്ത്രത്തിന്റെ വിഷയത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ 24 മണിക്കൂറും അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 24 മണിക്കൂറും അള്ളാന്റെ അടുക്കൽ നിന്ന് പുണ്യം ലഭിക്കുന്ന ഒരേ ഒരു പ്രവൃത്തി അത് നമ്മുടെ വസ്ത്രത്തിന്റെ വിഷയത്തിലാണ്. അതില് ഇസ്ലാമികപരമായ പ്രമാണങ്ങൾ പറഞ്ഞ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ദിവസം മുഴുവൻ അതിന്റെ പ്രതിഫലം കരഗതമാക്കാൻ നമുക്ക് സാധിക്കും. ഒരു ചരിത്ര സംഭവം, മഹാനായ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂ ലുഅ്ലുഅ എന്ന മജൂസിയായ അഗ്നി ആരാധകന്റെ കുത്തേറ്റുകൊണ്ടാണ് മരണപ്പെടുന്നത്. അങ്ങനെ കുത്തേറ്റ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയാണ്. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ ഒരു യുവാവ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗവിവരങ്ങൾ അന്വേഷിച്ചു, അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. തിരിച്ചു പോകുമ്പോൾ അയാളുടെ വസ്ത്രത്തെ വലിച്ചഴച്ചുകൊണ്ട് ഇങ്ങനെ പോകുക. ഈ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മകനെ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു യുവാവ് കൂടിയാണ്, മകനെ എന്ന് വിളിച്ചുകൊണ്ട് പറയണം, നീ നിന്റെ വസ്ത്രത്തെ എന്ത് ചെയ്യണം? ഉയർത്തിയെടുക്കണം. ഞെരിയാടിക്ക് താഴെ പോകുന്ന വേഷങ്ങൾ അത് നരകത്തിലാണ് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മരണത്തിന്റെ സമയത്ത് പോലും, രോഗശയ്യയിൽ കിടക്കുമ്പോൾ പോലും ആളുകളെ ഉപദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഗൗരവം നമ്മളൊന്ന് ആലോചിച്ചു. ഒരുപാട് ഹദീസുകളിലൂടെ അല്ലാഹു തആല അവന്റെ പ്രവാചകൻ ഇതിങ്ങനെ ആവർത്തിച്ചു പറയും. അത്രത്തോളം ഗൗരവമുണ്ട് എന്നതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഈ കാര്യത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയത്. അതേപോലെ തന്നെ സ്ത്രീകളുടെ വിഷയത്തിലും മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരി പുത്രി നേരിയ വസ്ത്രം അഥവാ ഉള്ളു കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചു വന്നപ്പോൾ അതിനെ മാറ്റി ഉടുത്തുകൊണ്ട് സദസ്സിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. നല്ല കട്ടിയുള്ള ആളുകൾ ഉള്ളു കാണാത്ത രൂപത്തിലുള്ള വേഷം ധരിച്ചു കൊണ്ടുവരാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം സഹോദരി പുത്രിയോട് കൽപ്പിച്ചു എന്നും ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വസ്ത്രത്തിന്റെ വിഷയത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരാമർശിക്കുകയുണ്ടായി. പ്രവാചകർ പറഞ്ഞു, 2 കാര്യങ്ങൾ അത് പുരുഷന്മാർക്ക് നിഷിദ്ധവും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് അനുവദനീയവുമാണ്. 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പട്ടുവസ്ത്രമാണ്, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല. രണ്ടാമത്തത് സ്വർണമാണ്.
സ്വർണം പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദൈനി, ഈ രണ്ട് കാര്യങ്ങൾ, ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. ആ ഹദീസിന്റെ പരാമർശം നോക്കൂ, ഹറാം എന്നാണ് ഉപയോഗിച്ചത്. അത് പുരുഷന്മാർക്ക്, നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ, കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ സ്വർണം ധരിക്കാൻ പാടില്ല. ആ ഹദീസിന്റെ ലഫ്ളിൽ ഹറാം, നിഷിദ്ധം എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹില്ലുൽ ഇനാസിഹിം, എന്റെ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് അത് അനുവദനീയവുമാണ്. പട്ടും സ്വർണവും സ്ത്രീകൾക്ക് അനുവദനീയവും പുരുഷന്മാർക്ക് നിഷിദ്ധവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആൺവേഷം സ്ത്രീകളെ ധരിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സ്ത്രീയുടെ വേഷം പുരുഷന്മാരും ധരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന റസൂലുള്ളാഹ് മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാഇ, പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീകളെയും അതേപോലെ തന്നെ സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാരെയും ശപിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഓരോ വേഷങ്ങൾ, ഇതിൽ ഏതാ പുരുഷൻ ഏതാണ് സ്ത്രീ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിപ്പോകും. അവിടെ പുരുഷൻ ധരിക്കേണ്ട വസ്ത്രം ഏതാണ് എന്നും അതേപോലെ തന്നെ സ്ത്രീ ധരിക്കേണ്ട, നമ്മുടെ സമൂഹത്തിൽ അത് കൃത്യമാണ്. അത് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കാൻ പാടില്ല, പുരുഷൻ സ്ത്രീയുടെ വേഷവും ധരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കും. അതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രകടമാകുന്ന രൂപത്തിൽ അവർ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഒരു സ്ത്രീയുടെ വേഷം എന്ന് പറഞ്ഞാൽ മുൻകൈയും മുഖവും ഒഴിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും മറഞ്ഞിരിക്കും. അന്യ പുരുഷന്മാരിൽ നിന്ന് തന്റെ ശരീരത്തിന്റെ എല്ലാ ഔറത്തുകളും, അതിൽ പരാമർശിച്ചത് മുഖവും മുൻകൈയും ഒഴിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും മറഞ്ഞിരിക്കണം. നമ്മൾ ഇതിനൊരിക്കലും നിസ്സാരായി കാണാൻ പാടില്ല. സഹോദരിമാരോട്, നമ്മുടെ പെൺകുട്ടികളുടെ വേഷം, നമ്മുടെ ഭാര്യമാരുടെ വേഷം, അത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇറുകിയതാകരുത്. നമ്മൾ വസ്ത്രം ധരിച്ചിട്ടും നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആളുകൾ കാണുന്ന രൂപത്തിലാണ് എങ്കിൽ പിന്നീട് ആ വേഷങ്ങൾക്ക്, വസ്ത്രങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിസാഉൻ, ചില സ്ത്രീകളുണ്ട്, കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ, അവർ ഇങ്ങനെ വേഷം ധരിച്ചിട്ടുണ്ടാകും, പക്ഷെ അവരുടെ ഔറത്തിന്റെ ഭാഗങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അല്പവസ്ത്രധാരികളായ സ്ത്രീകളെ പറ്റിയിട്ടാണ്. അതേപോലെ തന്നെ ചില സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആളുകൾ കാണുന്ന രൂപത്തിലാണ്. അവരെ പറ്റിയിട്ട് പറയാണ്, ലാ യദ്ഖുലുനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. തൊട്ടടുത്തായിട്ട് പറയുന്നു, വലാ യജ്ദിന റീഹ, സ്വർഗത്തിന്റെ സുഗന്ധം കിലോമീറ്ററുകൾക്കപ്പുറം അതിന്റെ സുഗന്ധം നമുക്ക് മണക്കാൻ സാധിക്കുന്ന, അതുപോലും അവർ ആസ്വദിക്കുകയില്ല എന്ന്. നമ്മൾ ചെറിയ വിഷയല്ലേ എന്ന് വിചാരിച്ച് ഇതിനെ നിസ്സാരായിട്ട് കാണും. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിചാരണ നേരിടേണ്ടവരാണ് എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും. കുടുസായ വേഷം ധരിക്കരുത്. നമ്മുടെ ശരീരം പൂർണ്ണമായി മറക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്ന് വളരെ കൃത്യമായി ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷം എങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ്. ആ ഒരു ഇസ്ലാമികപരമായ മര്യാദകളാണ് നമ്മുടെ പെൺകുട്ടികൾ, സ്ത്രീകൾ, അതേപോലെ തന്നെ പുരുഷന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് വളരെ കൃത്യമായി പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്ന് പറഞ്ഞാൽ അത് വെള്ള വസ്ത്രമായിരുന്നു. പുരുഷന്മാരായ ആളുകൾ അവർക്ക് കഴിയുന്ന രൂപത്തിൽ വെള്ള വസ്ത്രമാകുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വരുന്നത് വെള്ള വസ്ത്രം ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. അത് വെള്ള വസ്ത്രമാണ് എങ്കിൽ അതിനു വരെ പുണ്യമുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൽബിസു മിൻ സിയാബികുൽ ബയാ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക.
ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും. വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വേഷങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വകഫിനു മൗതാക്കും, നിങ്ങളിൽ മരണപ്പെട്ടവരെ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കഫൻ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കും. ഒരാൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ അയാൾക്ക് കഴിവുണ്ട് എങ്കിൽ അയാൾ ഏറ്റവും നല്ല രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ച് അത് തേച്ച് ഏറ്റവും നല്ല ഭംഗിയോടുകൂടി ആണ് അയാൾ നടക്കേണ്ടത്. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് കഴിവുണ്ട്, അയാൾക്ക് നല്ല വസ്ത്രം ധരിച്ച് നല്ല രൂപത്തിൽ അയാൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ആ ഒരു നിലപാടാണ് അയാൾ സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുനൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രി. ഒരു കടുകുമണിയോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല. ഈ ഹദീസ് കേട്ടപ്പോ ഒരു സ്വഹാബി ചോദിക്കാൻ, പ്രവാചകരെ, എന്റെ വസ്ത്രം ഞാൻ ഏറ്റവും നല്ലതാക്കുന്നത് അഹങ്കാരത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടും. നല്ല വേഷം ഒരാൾ ധരിക്കും, നല്ല തേച്ച് അതിസുന്ദരമായ രൂപത്തിൽ അയാൾ പള്ളിയിലേക്ക് വരുന്നു, സദസ്സുകളിലേക്ക് വരുന്നു, അത് അഹങ്കാരമാകുമോ? ആ സ്വഹാബി ചോദിക്കും. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയ മറുപടി എന്താ അറിയോ? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഭംഗിയുള്ളവനാണ്. അങ്ങനെ ഭംഗിയോടുകൂടി നടക്കുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. എന്നിട്ട് അൽ കിബ്റു, കിബ്ർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖി വ അംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും ആളുകളെ പരിഹസിക്കലുമാണ് കിബ്ർ. അപ്പൊ കിബ്ർ എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. ഒരാൾക്ക് കഴിവുണ്ട് എങ്കിൽ നല്ല വസ്ത്രം ധരിച്ചിട്ട് അത് ഏറ്റവും നല്ല രൂപത്തിൽ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അയാൾ ആ രൂപത്തിലാണ് ജീവിക്കേണ്ടത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു സ്വഹാബിയെ കണ്ടു. അയാളുടെ തലമുടിയും അയാളുടെ താടി രോമങ്ങളും ആകെ ജട പിടിച്ച രൂപത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് ശക്തമായ താക്കീത് നൽകുകയാണ്. നീ നിന്റെ മുടിയെയും താടിയെയും ഒതുക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ വൃത്തിയായി കൊണ്ട് നടക്കുക. അതേപോലെ തന്നെ വസ്ത്രം അലക്കാത്ത വൃത്തിഹീനമായ വസ്ത്രം ധരിച്ച ഒരാൾ വന്നപ്പോൾ നിനക്ക് കഴിയുമെങ്കിൽ, സാധ്യമാകുമെങ്കിൽ ഒരു വസ്ത്രം കൂടി നീ വാങ്ങുക എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ നമുക്ക് വേഷങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. അത് ഭംഗിയാണ്, അതിൽ ഇസ്രാഫ് പാടില്ല എന്നാണ്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധൂർത്ത്. ചില ആളുകളുടെ അലമാരൊക്കെ എടുത്ത് തുറന്നാൽ ഒരുപാട് വേഷങ്ങളുണ്ട്, ഇതൊന്നും അവർ ധരിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അതിന്റെ പുറമെ അങ്ങനെ വാങ്ങിക്കൂട്ടുന്നവരുണ്ടാവും. അത് പാടില്ല. നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം, വസ്ത്രത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം സൂചിപ്പിക്കാതെ ഈ ഒരു വിഷയം പൂർണ്ണാവൂല. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരു വ്യക്തിയാണ്. ചരിത്രങ്ങളിൽ അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം പൂശുന്ന അത്തർ മണക്കാൻ വേണ്ടി വഴിയരികിൽ ആൾ കാത്തിരിക്കുമായിരുന്നു. തന്റെ വേഷവിധാനങ്ങളിൽ ഏറ്റവും നല്ല മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന ആളായിരുന്നു മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. അങ്ങനെ യുവാവായി മരിക്കുമ്പോൾ ഉഹുദ് യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം ഷഹീദാകുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഇങ്ങനെ കിടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സ്വഹാബത്തും മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ ഇങ്ങനെ മയ്യത്തിന്റെ അരികിലേക്ക് തന്നെ ചെന്നു. അദ്ദേഹത്തെ ഒരു വെള്ളത്തുണി കൊണ്ട് ഇങ്ങനെ കഫൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ തുണിയുടെ ഭാഗം തലഭാഗത്തേക്ക് ഇങ്ങനെ നീക്കിയപ്പോൾ കാല് കാണും. കാലിന്റെ അവിടേക്ക് ഒരു സ്വഹാബി അതിനെ ഇങ്ങനെ വലിച്ചപ്പോ തല കാണും. മദീനയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരു മനുഷ്യന്റെ മയ്യത്തിന്റെ അവസ്ഥ, കഫൻ ചെയ്ത തുണിയുടെ അവസ്ഥയാണ് ഞാൻ പറയാം.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, കാലിൽ നിങ്ങൾ പുല്ല് കെട്ടി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മറമാടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഈ രൂപത്തിലായിരുന്നു സ്വഹാബത്ത് അവരുടെ വേഷവിധാനങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ധരിക്കാൻ വേണ്ടി മാത്രം ഒരു വസ്ത്രം തന്റെ പട്ടിയിൽ അടുക്കി വെച്ചിരുന്നു എന്ന്. വെള്ളിയാഴ്ച മാത്രം ധരിക്കാൻ വേണ്ടി അവർ വെള്ളിയാഴ്ചയെ ആ രൂപത്തിൽ കണ്ടിരുന്നു. വേഷവിധാനങ്ങളിൽ ആ രൂപത്തിലുള്ള മര്യാദകൾ പാലിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചിത്രങ്ങൾ കാണുന്ന രൂപത്തിലുള്ള വേഷങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരരുത് എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിക്കുമ്പോ ആയിഷ ബീവി നിസ്കാരത്തിന്റെ ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് ഒരു വിരി ഇങ്ങനെ കിട്ടിയിരുന്നു. ആ വിരിയിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ആയിഷ, ആ ചിത്രങ്ങൾ, ആ ശകലങ്ങൾ എന്റെ നമസ്കാരത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. എന്റെ നമസ്കാരത്തിൽ ശ്രദ്ധ അതിലേക്ക് പോകുന്നുണ്ട്. അതിനെ മാറ്റിക്കെട്ടുക. ചില കുട്ടികളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോ അവരുടെ ടീഷർട്ടിലും ഷർട്ടിലൊക്കെ ഈ രൂപത്തിലുള്ള പ്രിന്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മളും പള്ളിയിലേക്ക് വരുമ്പോ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ വരണം. ചില ആളുകൾക്കൊക്കെ സുജൂദിലേക്കോ റുക്കുയിലേക്കോ അവർക്ക് പോകാൻ കഴിയൂല. അത്രക്കും ഇടുങ്ങിയ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവരുടെ റുക്കൂ, അതേപോലെ തന്നെ സുജൂദുകൾ, അതേപോലെ തന്നെ അതിന്റെ ഇടയിലുള്ള ഇരുത്തങ്ങൾ അവർക്ക് പരിപൂർണമാക്കി ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പള്ളിയിലും അങ്ങനെ വരുന്നവരുണ്ടാവും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. നമ്മുടെ വേഷവിധാനങ്ങളിൽ നമുക്ക് നടക്കാൻ കഴിയുന്ന, വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, ആളുകളോട് ഇടപഴകാൻ കഴിയുന്ന, അതേപോലെ തന്നെ നമസ്കരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കാനും വരാനും ഇത്തരം സദസ്സുകളെ സമീപിക്കാനും നമുക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, സലാസത്തുൻ, 3 വിഭാഗം ആളുകളോട് ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവരോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് നോക്കുന്നല്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഒന്നാലോചിച്ച്, പരലോകത്ത് നമ്മൾ എത്തിയിട്ട് 3 വിഭാഗം ആളുകളെ അല്ലാഹു തആല നോക്കുന്നല്ല, അവരെ പരിഗണിക്കുന്നല്ല. അവരെ പര്യവസാനം എന്ന് പറഞ്ഞാൽ നരകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിങ്ങനെ 3 തവണ ആവർത്തിച്ചു പറയുകയാണ്. പ്രവാചകർ ഫഖറഅ സലാസ മിറാരിൻ, പ്രവാചകർ ഇതിങ്ങനെ 3 തവണ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ആരാണ് ആ 3 വിഭാഗം ആളുകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ 3 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഒന്ന് അൽ മുസ്ബിൽ, മുസ്ബിൽ എന്ന് പറഞ്ഞാൽ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആൾ. രണ്ടാമത്തത് അൽ മുൻഫിഖു സിൽഅതു മിൻ ഖൽഫിൽ കാദിബ്, കള്ള സത്യം പറഞ്ഞുകൊണ്ട് തന്റെ കച്ചവട ഉൽപ്പന്നങ്ങളെ വിൽക്കുന്ന ആൾ. ചില ആൾക്കാർ നമുക്ക് തന്നെ അനുഭവം ഉണ്ടോ, ഭയങ്കര നുണ പറഞ്ഞുകൊണ്ട് അവരുടെ കച്ചവട ഉൽപ്പന്നങ്ങൾ അവർ വിൽക്കും. മൂന്നാമത്തത് അൽ മന്നാൻ എന്ന, ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്ന ആളുകൾ. ഈ 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല അവരോട് ഒരു കാരുണ്യവും ഉണ്ടാവുകയില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആൾ. നോക്കൂ, വസ്ത്രധാരണത്തിന്റെ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ. പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന, വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന, ധരിക്കുമ്പോൾ വലതിനെ മുന്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പാലിക്കേണ്ട എല്ലാ മര്യാദകളും ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഹദീസിന്റെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 50-60 അടുത്ത് ഹദീസുകളുണ്ട്. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ വസ്ത്രം എന്നുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കുക, ഞാൻ 30 കൊല്ലമായി, 20 കൊല്ലമായി, 50 കൊല്ലമായി ഞാൻ ജീവിക്കുന്നു. എന്റെ വേഷം, എന്റെ വസ്ത്രം ഇസ്ലാമിക നിയമപ്രകാരമാണ് ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു. ആ രൂപത്തിൽ നമ്മൾ ഇസ്ലാമിക മാന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ 24 മണിക്കൂറും അള്ളാഹു നമുക്കതിന്റെ പ്രതിഫലം നൽകും എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാരമായ ഒരു തെറ്റിന്റെ കാര്യത്തിൽ നരകത്തിലേക്ക് പോയ ഒരു സ്ത്രീയെ പറ്റിയും വളരെ ചെറിയ ഒരു നന്മ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഒരു മനുഷ്യന്റെ ചരിത്രവും സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഒരാൾ ഒരു യാത്ര പോവുകയായിരുന്നു. അങ്ങനെ യാത്ര പോകുമ്പോൾ ദാഹിച്ച് അവശനായി ഒരു നായ തന്റെ നാവ് ഇങ്ങനെ മണ്ണിലിട്ടിട്ട് ഇങ്ങനെ ഉരതുന്നത് കണ്ടു. വെള്ളത്തിന് ദാഹിച്ചിട്ടാണ്. അങ്ങനെ അയാൾ സമീപ പ്രദേശത്തെ ഒരു കിണറിൽ നിന്ന് തന്റെ ധരിച്ചിട്ടുള്ള ഒരു ചെരുപ്പ് പോലെയുള്ള ഇതിൽ കോരി ആ നായക്ക് വെള്ളം കൊടുത്തു. ഈ ഒരു സംഭവം സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ നമ്മളൊക്കെ നിസ്സാരായി കാണുന്ന കാര്യം, അയാൾക്ക് അല്ലാഹു തആല സ്വർഗം നൽകി. ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിടുകയും ദിവസങ്ങളോളം അതിനൊന്നും കൊടുക്കാതെ, വെള്ളമോ ഭക്ഷണമോ ഒന്നും കൊടുക്കാതെ പ്രയാസപ്പെടുത്തി, ഭക്ഷണം കിട്ടാതെ ആ പൂച്ച ചത്തുപോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണം, ആ സ്ത്രീ നരകത്തിലാണ്. അപ്പൊ നമ്മളൊക്കെ നിസാരായിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങളുടെ പേരിൽ ഒരാൾക്ക് സ്വർഗവും മറ്റൊരാൾക്ക് നരകവും ലഭിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ സംഭവം പറയാൻ കാരണം, നമ്മളൊക്കെ വേനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്കൊക്കെ പുറത്തിറങ്ങിയാൽ വളരെ വലിയ ചൂടുകളാണ്. നമ്മളൊക്കെ വെള്ളം കുടിക്കുന്ന, ധാരാളം വെള്ളം കുടിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ വീടുകളിൽ ഈ രൂപത്തിൽ നമ്മെ ആശ്രയിച്ച് കഴിയുന്ന കുറെ മിണ്ടാപ്രാണികളുണ്ടാവും, മൃഗങ്ങളുണ്ടാവും, പക്ഷികളുണ്ടാവും, മത്സ്യങ്ങളുണ്ടാവും. ഇവർക്കൊക്കെ ഭക്ഷണങ്ങൾ നൽകുക, വെള്ളം നൽകുക എന്നുള്ളത് അതുകൂടി നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു, നിങ്ങൾ ഒരു മൃഗത്തെ അറക്കുകയാണ് എങ്കിൽ അതിന് ഏറ്റവും എളുപ്പമാക്കി കൊടുക്കണം. അഥവാ കത്തി നല്ല മൂർച്ചയുള്ളതാണ്. അങ്ങനെയുള്ള ഹദീസുകൾ വരെ നമുക്ക് പഠിപ്പിച്ചു. അതോടൊപ്പം ഈ വേനൽക്കാലങ്ങളിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വെള്ളം ഉപയോഗിക്കുന്നതിലുള്ള മിതത്വം. അതേപോലെ തന്നെ ഈ 2 മാസം നമ്മുടെ കുട്ടികൾക്കൊക്കെ വേനൽ അവധിയായിരിക്കും, സ്കൂളുകളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മതപഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ മഹല്ലിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയും. സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ 2 മാസത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞത്. അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്ന കൃത്യമായ ഒരു പ്ലാന് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. ഇല്ല എങ്കിൽ അതുകൊണ്ട് സംഭവിക്കുക പല അപകടങ്ങളുണ്ടാവും. നമ്മുടെ കുട്ടികൾ കൂടുതൽ സമയം ടെലിവിഷൻ കാണും, നമ്മുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുകെട്ടുകളിലൂടെ അവരങ്ങനെ പോകും. കൃത്യമായ പ്ലാനിങ്ങുകൾ നമുക്കുണ്ടാകണം. അതോടൊപ്പം നമ്മുടെ മഹല്ലുകളിലെ മോറൽ ക്ലാസുകൾ, സിയാരി ക്ലാസുകളൊക്കെ എന്നാണ് എന്ന് അവിടുത്തെ MSM പ്രവർത്തകരോടൊക്കെ ആരാഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മദ്രസ കുട്ടികളൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് ഈ വേനൽ അവധി കാലത്ത് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം നല്ല മതപഠന ക്ലാസുകൾ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ മഹല്ലുകളിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യങ്ങളുണ്ടാവും. കമ്മിറ്റി അത് കൂടിയാലോചിച്ച് അതിന്റെ ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ വഴിയെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ MSMന്റെ മുജാഹിദ് വിദ്യാർത്ഥി ഘടകത്തിന്റെ മെമ്പർഷിപ്പ് കൂടി ചേർക്കുന്ന സമയമാണ്. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, ആ രൂപത്തിലുള്ള ഇതര സംഘടനകൾ കയറി നമ്മുടെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ. MSM എന്ന് പറഞ്ഞാൽ നിസ്കരിച്ച് നമ്മുടെ തൗഹീദിന്റെ ആദർശം
നമ്മുടെ നെഞ്ചിലേറ്റി ആ രൂപത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ തെറ്റുകളിലേക്ക് പോകാതെ, ലഹരികളിലേക്ക് പോകാതെ, തിന്മകളിലേക്ക് പോകാതെ നല്ല കാര്യങ്ങൾ പഠിച്ച് അവരുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തി രക്ഷിതാക്കൾക്ക് പ്രതീക്ഷയുള്ള മക്കളായിട്ട് വളരാം. നമ്മുടെ ഓരോ കുട്ടികളെ, നമ്മുടെ വീട്ടിലെ ഓരോ ആൺകുട്ടികളെ MSMന്റെ അംഗത്വം എടുക്കാൻ അവർ അത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഈ ഒരു 2 മാസം നമ്മുടെ കുട്ടികളെ നന്മയിൽ ചെലവഴിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർമ്മങ്ങളെയെല്ലാം അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ കബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണമെന്നാ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാ. അള്ളാഹു ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാ. അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ, മക്കളിൽ കണിക്കുളിർമ നൽകി അനുഗ്രഹിക്കണമെന്നതാ. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وصلاتنا. آمين آمين برحمتك يا